നമസ്കാരം, ന്യൂസ് അറ്റ് 25 സ്വാഗതം. കോൺഗ്രസ് എം പി ഷാഫി പറമ്പിലിനെതിരായ ലൈംഗിക ആരോപണത്തിൽ പോലീസിൽ പരാതി നൽകി. CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബുവിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട കോൺഗ്രസ് ആലത്തൂർ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി പ്രമോദാണ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്. ഷാഫി പറമ്പിൽ എംപിക്കെതിരായ CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബുവിന്റെ ആരോപണത്തിൽ കക്ഷി ചേരാനില്ലെന്ന CPM മുതിർന്ന നേതാവ് AK ബാലൻ ആരോപണം ഉന്നയിച്ചവർ തന്നെ തെളിവ് പുറത്തുവിടട്ടെയെന്നും AK ബാലൻ പ്രതികരിച്ചു. ഷാഫി പറമ്പിൽ എംപിക്കെതിരെ ഉന്നയിച്ച ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു പറഞ്ഞതൊന്നും മാറ്റി പറയുന്നില്ല, അതെല്ലാം അവിടെ തന്നെ നിൽക്കുകയാണ്. കോൺഗ്രസുകാർക്ക് പരാതി നൽകുകയോ നിയമ നടപടി സ്വീകരിക്കുകയോ ചെയ്യാമെന്നും അദ്ദേഹം പറഞ്ഞു. പന്തളത്തെ ബദൽ അയ്യപ്പ സംഗമത്തിലെ ജനപങ്കാളിത്തം മുൻകൂട്ടി കാണുന്നതിൽ പോലീസിന് വൻ വീഴ്ച. കുറവ് ആളുകൾ പങ്കെടുക്കുമെന്ന റിപ്പോർട്ട് നൽകിയതിൽ പോലീസ് ഉദ്യോഗസ്ഥന് ജില്ലാ പോലീസ് മേധാവി മെമ്മോ നൽകി. വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് പുരസ്കാരം സ്വീകരിക്കാൻ UK പോയതിന് മേയർ ആര്യ രാജേന്ദ്രന് ചെലവായത് 2 ലക്ഷത്തോളം രൂപ. ഇന്ത്യൻ സംഘടന UK നൽകിയ അവാർഡ് വാങ്ങാൻ സർക്കാർ അനുമതിയോടെ നഗരസഭയുടെ ചെലവിൽ യാത്ര ചെയ്തുവെന്ന വിമർശനങ്ങൾക്കിടയിലാണ് ചെലവ് വിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടത്. മുസ്ലിം ലീഗിന്റെ സമ്പത്ത് കൊള്ളയടിക്കുന്നവരെ ഇനിയും തുറന്നു കാട്ടുമെന്ന KT ജലീൽ MLA. ഒന്നിനെയും ഭയപ്പെടാത്തവരാണ് യൂത്ത് ലീഗ് നേതാക്കൾ. മറ്റുള്ളവന്റെ പണം കൊണ്ട് മുസ്ലിം ലീഗിനെ വിറ്റ് കാശാക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. 2.25 വയസ്സുള്ള കുഞ്ഞിനെ മർദ്ദിച്ച അംഗനവാടി അധ്യാപികക്കെതിരെ കേസെടുത്തു. അധ്യാപിക പുഷ്പകലയ്ക്കെതിരെയാണ് നരുവാമൂട് പോലീസ് കേസെടുത്തത്. NSS സംസ്ഥാന ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ പത്തനംതിട്ടയിൽ വീണ്ടും പോസ്റ്റർ. സുകുമാരൻ നായർ സമുദായത്തിന് നാണക്കേടാണെന്ന് കുറ്റപ്പെടുത്തുന്നതാണ് പോസ്റ്റർ. എയിംസിനെ ചൊല്ലിയുള്ള BJP നേതാക്കൾക്കിടയിലെ അഭിപ്രായ ഭിന്നത പരിഹരിക്കാൻ ശ്രമം. നാളെ കേരളത്തിലെത്തുന്ന കേന്ദ്ര ആരോഗ്യമന്ത്രി കൂടിയായ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ സംസ്ഥാന നേതാക്കളുമായി ചർച്ച നടത്തും. കേരള ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം ബമ്പർ നറുക്കെടുപ്പ് നാളെ തിരുവനന്തപുരം ഗോർഗി ഭവനിലെ നറുക്കെടുപ്പ് വേദിയിൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 നടക്കുന്ന ചടങ്ങിൽ ധനമന്ത്രി KN ബാലഗോപാലൻ നറുക്കെടുപ്പ് ഉദ്ഘാടനം ചെയ്യും. മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയ്ക്കിടെ നടന്ന നിക്ഷേപത്തിന്റെ കണക്കെടുക്കുന്നു. യാത്ര വഴി ഓരോ വകുപ്പുകൾക്കും ലഭിച്ച വിദേശ നിക്ഷേപത്തിന്റെ കണക്കാണ് ശേഖരിക്കുന്നത്. നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിനും പ്രചരണത്തിന് ഉപയോഗിക്കുന്നതിനും വേണ്ടിയാണ് സർക്കാർ ഈ കണക്കുകൾ ശേഖരിക്കുന്നത്. NSSന്റെയും SNDP യോഗത്തിന്റെയും ഇടത് അനുകൂല നിലപാടിൽ പകച്ച് BJP. സമുദായ നേതൃത്വങ്ങളുമായി ചർച്ചയ്ക്ക് ദേശീയ നേതാക്കൾ എത്തുമെന്നാണ് വിവരം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഹൈക്കോടതി ജീവനക്കാരൻ അറസ്റ്റിൽ. കാക്കനാട് TV സെന്ററിന് സമീപത്തെ ഫ്ളാറ്റിൽ താമസിക്കുന്ന ഹരീഷിനെയാണ് കിംഗ് പാർക്ക് പോലീസ് അറസ്റ്റ് ചെയ്തത്. സ്വർണ്ണക്കടത്ത് കേസിൽ കേന്ദ്ര ഏജൻസികൾക്കെതിരെയുള്ള അന്വേഷണത്തിന് ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ച സംസ്ഥാന സർക്കാരിന് തിരിച്ചടി. ജുഡീഷ്യൽ കമ്മീഷൻ നിയമനത്തിനുള്ള സ്റ്റേ തുടരും. കനത്ത മഴയിൽ തിരുവനന്തപുരത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപനം വൈകിയതോടെ വലഞ്ഞത് വിദ്യാർത്ഥികൾ. അതിരാവിലെ സ്കൂളിലെത്തിയ കുട്ടികളെല്ലാം മടങ്ങിപ്പോയി. പല സ്കൂൾ ബസ്സുകളും പുറപ്പെട്ടതിന് ശേഷമായിരുന്നു കളക്ടറുടെ വൈകിയുള്ള അവധി പ്രഖ്യാപനമുണ്ടായത്. പിണറായി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി സമസ്ത മുഖപത്രം. അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ തെളിഞ്ഞത് സർക്കാരിന്റെ കറകളഞ്ഞ വർഗീയ മുഖമാണെന്ന സുപ്രഭാതം മുഖപ്രസംഗത്തിൽ ആരോപിച്ചു. CPM എന്നും വിശ്വാസികൾക്കൊപ്പമെന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇന്നലെയും ഇന്നും നാളെയും അത് അങ്ങനെയായിരിക്കും. NSS മാത്രമല്ല വിവിധ വിഭാഗങ്ങളിൽ നിന്നും പിന്തുണ ലഭിക്കുന്നത് നയത്തിനുള്ള അംഗീകാരമാണെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് അനുവദിച്ച തുക ലാപ്സായ സംഭവത്തിൽ കേസ് കൊടുക്കുമെന്ന് സുരേഷ് ഗോപി. അവണിശ്ശേരി പ്രാഥമികാരോഗ്യ കേന്ദ്രം MV ഫണ്ടിൽ നിന്നാണ് 50 ലക്ഷം അനുവദിച്ചത്. ഇക്കാര്യത്തിൽ ഉത്തരവാദികൾക്ക് എതിരെയാണ് നിയമ പോരാട്ടം നടത്തുകയെന്നും അദ്ദേഹം വ്യക്തമാക്കി. എയിംസ് ആലപ്പുഴയിൽ സ്ഥാപിക്കുമെന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രസ്താവന തള്ളി BJP ആലപ്പുഴ ജില്ലാ നേതൃത്വം. എയിംസ് കേരളത്തിൽ എവിടെയായാലും സ്ഥാപിക്കാമെന്നാണ് BJP നിലപാടെന്ന് അഡ്വക്കേറ്റ് PK ബിനോയ് വ്യക്തമാക്കി. കണ്ണൂരിലെ CPM പ്രവർത്തകനായിരുന്ന പൊണിയൻ പ്രേമൻ വധക്കേസിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ട കോടതി. പ്രതികളായ മുഴുവൻ BJP പ്രവർത്തകരെയും തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വെറുതെ വിടുകയായിരുന്നു. മധ്യ തെക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. 4 ജില്ലകളിൽ നിന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കനത്ത മഴയെ തുടർന്ന് തിരുവനന്തപുരത്ത് പലയിടങ്ങളിലും വെള്ളക്കെട്ട്. തമ്പാനൂർ, ചാക്ക, ചാല, ശ്രീകണ്ഠേശ്വരം, കിംസ് ആശുപത്രി പരിസരം തുടങ്ങിയ മേഖലകളിലാണ് രൂക്ഷമായ വെള്ളക്കെട്ടുള്ളത്. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല ഒക്ടോബർ 6 മുതൽ തുടങ്ങാനിരുന്ന എല്ലാ സർവകലാശാല പരീക്ഷകളും മാറ്റിവെച്ചതായി സർവകലാശാല അറിയിച്ചു. പുതുക്കിയ ടൈം ടേബിൾ പിന്നീട് പ്രസിദ്ധീകരിക്കുന്നതാണ്. അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ബ്രാൻഡഡ് മരുന്നുകൾക്ക് ഒക്ടോബർ 1 തീയതി മുതൽ 100% വരെ തീരുവ പ്രഖ്യാപിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വ്യാഴാഴ്ച സമൂഹമാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യം അറിയിച്ചത്. പ്രേക്ഷകരേവരെയും ആദ്യാവസാനം ആകാംക്ഷയുടെ മുൻനിൽ നിർത്തിയിരിക്കുകയാണ് ജിത്തു ജോസഫ് ചിത്രം മിറാഷ്. ഒരു ഓൺലൈൻ ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടറുടെ ജീവിതം മുൻനിർത്തി ആസിഫ് അലിയെയും അപർണ ബാലമുരളിയെയും പ്രധാന കഥാപാത്രങ്ങളാക്കി ജിത്തു ജോസഫ് ഒരുക്കിയിരിക്കുന്ന മിറാഷ തിയേറ്ററുകളിൽ മികച്ച പ്രതികരണമാണ്. ഇതോടെ ന്യൂസ് അറ്റ് 25 പൂർണ്ണമാകുന്നു. നമസ്കാരം.